ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹുവാവേൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ P20 ലൈറ്റ് ആണ്. അപ്പോൾ ഹുവാവേ ഇന്ത്യയിൽ 2 സ്മാർട്ട് ഫോണാണ് അനൗൺസ് ചെയ്തത്. ഹുവാവേ P20 Pro എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് അത് നമ്മൾ അൺബോക്സ് ചെയ്യേണ്ട ഈ ചാനലിൽ. അതിൻ്റെ പ്രൈസിങ് 65,000 ആണ്. അതൊരു ട്രിപ്പിൾ ക്യാമറ സ്മാർട്ട് ഫോണാണ്. പക്ഷേ അതിന് കൂടെ തന്നെ ഹുവാവേ ഇറക്കിയ വേറൊരു സ്മാർട്ട് ഫോണാണ് P20 ലൈറ്റ്. P20 സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണാണ് 2018 ഇറക്കിയത്. പക്ഷേ P20 ലൈറ്റ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് 20,000 ആണ് പ്രൈസിങ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായ ഡിവൈസിനെ കുറിച്ച് പറയുന്നതാണ്. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇതിൻ്റെ പെർഫോമൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇത് വരുന്നത് 5.84 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ പ്രോസസ്സർ കിരീൻ 659 ഒക്ടാകോർ ചിപ്സെറ്റ് ആണ്. 4 GB റാമും 64 GB സ്റ്റോറേജും. ആൻഡ്രോയിഡ് 8.0 ഒറിയോ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. പിന്നെ EMUI 8.0. EMUI ഹുവാവേൻ്റെ ഒരു കസ്റ്റം UI ആണ്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡ്യുവൽ ക്യാമറയാണ്. 16 MP റിയർ ക്യാമറയും 2 MP സെക്കൻഡറി ക്യാമറയും. ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണെങ്കിലോ ഒരു 24 MP ക്യാമറയാണ്. പിന്നെ 3000 mAh ബാറ്ററിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സ്പെസിഫിക്കേഷൻ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയ ആസ്പെക്ട്സിൽ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം ഹുവാവേ P20 ലൈറ്റ്. ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആൻഡ് മെറ്റലാണ്. സൈഡ് പോർഷനും ചേസിയും മെറ്റൽ കൺസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷാണ് വരുന്നത്. പിന്നെ ബാക്ക് പാനലിലാണെങ്കിലും ഫ്രണ്ട് പാനലിലാണെങ്കിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് എലഗൻറ്റ് ലുക്ക് വരുന്നുണ്ട്. ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് വൃത്തിയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ അല്ല, പക്ഷേ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇതിനകത്ത് വരുന്നത് റിയർ ക്യാമറ ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഹുവാവേൻ്റെ ലോഗോ ആണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ കൂടിയാണ്. 5.84 ഇഞ്ച് ആണെങ്കിലും വളരെ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെസൽസ് വളരെ മിനിമലാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം. പിന്നെ വരുന്നത് ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ആൻറ്റിന ബാൻഡ്സ് നല്ല വൃത്തിയായി സീൽ ചെയ്തിട്ടുണ്ട് അകത്ത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാവുന്നതല്ല. പിന്നെ താഴത്തെ പാനലിലാണെങ്കിൽ USB Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഓണർ ഡിവൈസസിലെല്ലാം മൈക്രോ USB വരുന്നത്. പക്ഷേ ഇത് ഹുവാവേ ബ്രാൻഡഡ് ഫോണായതുകൊണ്ട് USB Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്കും താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ആൻറ്റിന ലൈൻസ് കാണാം. പിന്നെ അതുകൂടാതെ തന്നെ താഴെ ഒരു സ്പീക്കർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ ആണ് വരുന്നത്. സിം ട്രേ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ 2 സിം കാർഡ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സ്പാൻഷൻ സ്ലോട്ട് അവൈലബിൾ അല്ല. ഐദർ ഒരു സിം കാർഡ്, ഒരു SD കാർഡ് ഓർ 2 സിം കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി. ഓവറോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ വളരെ ഒരു മനോഹര ഡിസൈനും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഹുവാവേ P20 ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവറോൾ നല്ല ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. ഇതിൽ വരുന്നത് 5.84 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഒരുപാടധികം ഫോൺസിൽ ഇപ്പോൾ വരുന്നൊരു ട്രെൻഡാണ് നോച്ച്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുകയുണ്ടായി നോച്ച് എന്താണെന്ന്. നോച്ച് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് നോച്ച് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഈ ഡിവൈസിൻ്റെ ബെസൽസ് കുറയ്ക്കാനായി, അതായത് സൈഡിലെ ഈ കറുപ്പ് പോർഷൻ കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതിൽ ക്യാമറയും സെൻസറും ഇയർ പീസും വെക്കാനുള്ള സ്ഥലമാണ് ഈ നോച്ച്. അപ്പോൾ മോൾ ഭാഗത്തെല്ലാം ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ കറുത്ത പോർഷനാണ് നോച്ച്. അതിനകത്താണ് ക്യാമറയും ഫ്രണ്ട് ക്യാമറ, അതായത് 24 MP ക്യാമറയും സെൻസേഴ്സും ഇയർ പീസ് സ്പീക്കറും കൊടുത്തിരിക്കണം. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. 2.5D ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിവിഡും കളർഫുള്ളുമായ ഡിസ്പ്ലേ ആണ്. പിന്നെ ടച്ച് റെസ്പോൺസ് ആണ് വളരെ സ്മൂത്തുമാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഡിസ്പ്ലേ ഒരു ഇഷ്യൂ എന്ന് പറയാവുന്നതുള്ളൂ. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ്സോ അതുപോലെ പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്ക്രാച്ച് വരില്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ഗോറില്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഒരു മീഡിയം ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ ഗാർഡ് അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ്സോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായിരുന്നു ഡിസ്പ്ലേ ആസ്പെക്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. സോഫ്റ്റ്വെയർ ഇതിനകത്ത് വരുന്നത് EMUI ആണ്. EMUI നമ്മൾ ഒരുപാടധികം ഓണർ സ്മാർട്ട് ഫോണിൽ കണ്ട അതേ UI ആണ്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഡ്യുവൽ ആപ്സ്, 2 ഇൻസ്റ്റൻസ് ഓഫ് സെയിം ആപ്പ് റൺ ചെയ്യാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ആപ്പ് ലോക്ക് ഉണ്ട്.
പിന്നെ തീം സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് EMUI. അപ്പോൾ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഒറിയോ ആണ് വരുന്നത്. അപ്പോൾ EMUI 8.0 ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു കസ്റ്റമൈസ്ഡ് UI ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും വോവിൻ്റെ EMUI നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഓണറും വോവയും അത്ര അധികം അപ്ഡേറ്റ്സ് സാധാരണ എനിക്ക് പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു മേജർ അപ്ഡേറ്റ്സ് കിട്ടാനുള്ളത് നമുക്ക് ആസ് ഓഫ് നൗ അറിയത്തില്ല. ചിലപ്പോൾ അടുത്ത വേർഷനിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. ഇത് വരുന്നത് കിരീൻ്റെ 659 ചിപ്സെറ്റാണ് പവർ ചെയ്യുന്നത്. 659 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് നമ്മൾ ഒരുപാടധികം ഓണർ സ്മാർട്ട് ഫോൺസിൽ കണ്ടതാണ്. ഓണർ 9 ലൈറ്റ്, ഓണർ 9i, ഓണർ 7X എല്ലാത്തിലും തന്നെ കിരീൻ്റെ ഈ 659 ചിപ്സെറ്റാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതേ ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് സ്കോർ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറാണെന്ന് വേണത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 625 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസിൽ വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല സ്മൂത്താണ് UI. പിന്നെ 4GB റാം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വോവി P20 ലൈറ്റ് നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യും. കാരണം ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ മോശമാണ്. ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാലിക് GPU ആണ്. മാലിക് GPU അത്ര ഒരു പവർഫുൾ അല്ല. കിരീൻ 659 എന്ന് പറഞ്ഞ പ്രോസസ്സർ അത്യാവശ്യം പവർഫുള്ളാണ്. പക്ഷേ മാലിക് GPU ഗെയിമിംഗ് കളിക്കാനായിട്ടുള്ള ഒരു പവർഫുൾനെസ് ഇല്ലാത്തതുകൊണ്ട് ഗെയിമിംഗ് എല്ലാം ഒരുപാട് ലാഗ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ 20,000 സ്മാർട്ട് ഫോണിന് ഗെയിമിംഗ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു തികച്ചൊരു പോരായ്മ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഫാസ്റ്റസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല ആക്യുറേറ്റും ഫാസ്റ്റുമാണ്. അപ്പോൾ അതിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ഇതിൽ വരുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 13 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ f/2 2.2 അപ്പേച്ചറും സെക്കൻഡറി 2 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 2 മെഗാ പിക്സൽ ക്യാമറ ഡെപ്ത് സെൻസിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിൽ ഒരു 24 മെഗാ പിക്സൽ ഷൂട്ടറാണ്. ഇതേ സ്മാർട്ട് ഫോണിന് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും വിൽക്കുന്നത് നോവ 3E എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. മിഡിൽ ഈസ്റ്റിൽ മാത്രം നോവ 3E ആണ്. യൂറോപ്പിൽ P20 ലൈറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ എല്ലാം 16 മെഗാ പിക്സൽ ഷൂട്ടറാണ്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ മാത്രം 24 മെഗാ പിക്സൽ ക്യാമറയാണ് ഹുവാവേ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറ ഇൻ്റർഫേസിനെ കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നില്ല, കാരണം എല്ലാ ഓണർ സ്മാർട്ട് ഫോൺസിലും വരുന്ന അതേ ക്യാമറ ഇൻ്റർഫേസാണ് വരുന്നത്. ഇനി ക്യാമറ സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ, അതായത് പകലെടുത്ത ഫോട്ടോസ് എല്ലാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല കളർ റിപ്രൊഡക്ഷനും ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് സാമ്പിൾസ് നമ്മൾ കാണിക്കുന്നത് ഡേ ലൈറ്റ് കണ്ടീഷൻസിലെടുത്താണ്. ക്ലോസപ്പ് ഇമേജസും നല്ലതാണ്, നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഫോക്കസിങ് സ്പീഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോക്കസിങ് സ്പീഡാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ആവറേജ് എന്ന് പറയാവുന്നതാണ്. കാരണം 20,000 സ്മാർട്ട് ഫോൺ കുറച്ചും കൂടി ബെറ്ററായ ലോ ലൈറ്റ് പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അത്രയ്ക്ക് നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് P20 ലൈറ്റ് കാണിക്കുന്നില്ല. അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി സെൽഫി എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം 24 മെഗാ പിക്സൽ ക്യാമറയിൽ നല്ല സെൽഫി ക്വാളിറ്റിയാണ് വരുന്നത്. ബൊക്കെ ഷോട്ട്സും ഉണ്ട്, പക്ഷേ പോർട്രേറ്റ് ബൊക്കേസ് അത്ര ഒരു പെർഫെക്റ്റ് അല്ല. എങ്കിൽ പോലും നല്ലൊരു സെൽഫി എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ ഇനി ഫൈനലി നമുക്ക് പറയാവുന്നത് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 3000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ 3000 USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വേരിയൻറ്റിൽ ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലൊക്കെ സെല് ചെയ്യുന്ന വേരിയൻറ്റിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. കാരണം 2018 20,000 രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫീച്ചറാണ് ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ എങ്ങനെയാണെങ്കിൽ കിട്ടും. 4-5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈമൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു ഡീറ്റെയിൽഡ് ആൻഡ് ഫുൾ റിവ്യൂ ഓഫ് ഹുവാവേൻ്റെ P20 ലൈറ്റ് അല്ലെങ്കിൽ നോവ 3E എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നോവ 3 ആയിട്ട് എക്സാക്റ്റ് സിമിലാരിറ്റി ഇല്ല, കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഡിഫറൻ്റ് ആണ്, ഫ്രണ്ട് ക്യാമറ, പിന്നെ ഫാസ്റ്റ് ചാർജിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. പ്രോസ് അല്ലെങ്കിൽ മേന്മകൾ എന്ന് പറയാവുന്നത് എക്സലൻറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസൈനും നല്ല കോമ്പാക്ട് ഡിസൈനാണ്. നല്ലൊരു ഫോം ഫാക്ടറാണ്, വളരെ കോമ്പാക്റ്റാണ്. നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. സോഫ്റ്റ്വെയർ നല്ല പെർഫോമൻസ് തരുന്ന സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ബാറ്ററി ലൈഫ് അത്യാവശ്യം ഭേദപ്പെട്ടാണ്. പിന്നെ ക്യാമറയും ഡേ ലൈറ്റിലും സെൽഫി എക്സ്പീരിയൻസും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രോസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പോരായ്മകൾ, ഇതിനകത്ത് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡഡ് അല്ല, പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല, പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ മോശമാണ്.
പിന്നെ ഇതിനകത്ത് വരുന്നത് അപ്ഡേറ്റ് സൈക്കിൾ നമുക്കറിയില്ല, ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ പ്രൈസ് കുറച്ചും കൂടെ കൂടുതലാണ് നമുക്ക് തോന്നുന്നു. ഒരു 17 or 18,000 ആയിരുന്നു ഒരു ആപ്പ് പ്രൈസിങ്. പക്ഷേ ഹുവാവേൻ്റെ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഓണറിനേക്കാളും കുറച്ചും കൂടി ഹയർ പ്രൈസ്ഡ് ആണ്. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം വളരെ മനോഹരമായ മെറ്റീരിയൽ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രൈസ് ഇൻക്രീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഹുവാവേ P20 ലൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. നമ്മൾ പോരായ്മകളും മേന്മകളും എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഫോൺ മേടിക്കാൻ താല്പര്യമുള്ളവർ ആമസോണിൽ പോയി മേടിക്കാവുന്നതാണ്. ഇത് എക്സ്ക്ലൂസീവ് ടു ആമസോൺ ആണ്, ഇത് ഷോപ്പുകൾ കിട്ടുന്നതല്ല. ആമസോണിൽ നിന്ന് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കൂടുതൽ വീഡിയോസും റിവ്യൂസും പോസ്റ്റ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.